ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കഴിച്ച് അതിന്റെ ഗുണം കൊണ്ട് അതേ പ്രോഡക്റ്റ് കൊണ്ട് ബീനാമാടമാണ് ഞങ്ങളെ കൊണ്ട് ഇത് കൊണ്ട് പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ കഴിച്ച് ആദ്യം അറിയില്ല, ഇതിനെ കുറിച്ചൊന്നും അറിയാത്തൊരു സമയത്താ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഉമ്മക്ക് കാലുവേദനയൊക്കെ കൊണ്ട് കൊടുത്തത്. നോവേദനയുടെ ക്യാപ്സൂള്, നാച്ചിയം, പിന്നെ ചാമ്പിത്തൈലം, നോവേദന ജെല്ല്. ഇത് ചാമ്പിത്തൈലം ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി വേദന കൂടിയപ്പോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവിടെ മാറ്റി വെച്ചു, കഴിച്ചില്ല. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് തിരിച്ചു ചെന്ന് അത് എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതിന്റെ ഡേറ്റ് ചെയ്യും. പിന്നീട് അത് കാശ് കൊടുത്തെല്ലാം വാങ്ങിച്ച് കറക്റ്റായിട്ട് ഉപയോഗിച്ചു. ഇനിയിപ്പോ 5 വർഷം കൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോ ഇവിടെ ഡോക്ടറെ കാണാനും നമ്മൾ മുതല അത് മാത്രം വാങ്ങിച്ച് നമ്മൾ കഴിക്കും. എന്ത് അസുഖം നമുക്കുണ്ടെങ്കിലും നമ്മൾ ഈ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് വരുന്ന അസുഖത്തിന് എന്ത് കഴിച്ചാൽ മാറുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ പ്രോഡക്റ്റുകൾ ഓരോന്നും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഉമ്മായി കഴിക്കുന്നുണ്ട്. ഉമ്മ പറയും, ഉമ്മ കഴിച്ച എന്തൊക്കെയാണെന്ന് ഉമ്മ പറയും. ഇപ്പൊ പറയാനാ ഞാൻ ചാമ്പിത്തൈലം തേച്ച്, ക്യാപ്സൂള് കഴിച്ച്, 95 കഴിച്ച്. എന്തൊക്കെ അസുഖത്തിന് 95 കഴിച്ച്. ഇപ്പൊ കഴിക്കുന്നതോ പ്രോബയോട്ടിക് കഴിച്ച്, നാച്ചിയം കഴിച്ച്, പിന്നെ ഇമ്മ്യൂണോ3 കഴിച്ച്. അതിപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നു. ഇമ്മ്യൂണോ3 കഴിക്കുന്നത്. ഇപ്പൊ 95 കഴിച്ച്, 95 4 ഇത് കഴിച്ച്, 4 ബോക്സ് കഴിച്ച് 95. പിന്നെ എന്റെ കൊച്ചുമക്കൾക്ക് ഇപ്പൊ ഞാൻ എന്ത് കഴിക്കും, കവചപ്രാശം. അവർക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, കവചപ്രാശം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പിന്നെ 37 അത് സ്ഥിരമായിട്ട് വെച്ചേക്കുവാ. പിന്നെ വലിക്കുന്ന സാധനം എന്താ അത് സ്ഥിരമായിട്ട് കൊടുക്കുക, വെച്ചേക്കുവാ, ഇവിടെ തന്നെ വെച്ചേക്കുവാ. ഇവിടെ ഒരു ശ്വാസം മുട്ടലുകാരി ഉണ്ട്. അപ്പൊ അത് സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചോണ്ടിരിക്കും. ഞാനൊരു ഐശ്വാസ് അത് 2 ബോട്ടിൽ കഴിഞ്ഞ് ഞാനത് ഇവിടെ മേടിച്ച് സ്ഥിരം വെച്ചേക്കുവാ ഇവിടെ. അങ്ങനെ ഓരോരോ സാധനങ്ങൾ കഴിച്ച് ആശുപത്രി പോക്കില്ല. ആശുപത്രി പോകാതെ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പൊ പ്രായം 10-73 ആയില്ലേ, ഇനി ആശുപത്രിയിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുക. എല്ലാം നല്ല സാധനങ്ങളാ. പിന്നെ റിസൾട്ട് പറയാന് എനിക്ക് ഇതുപോലെ കാലുവേദനയുടെ പ്രശ്നമാണ് ആദ്യം തുടക്കം ഇതിന് കഴിക്കാൻ കാരണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നമുണ്ട്, 2nd സ്റ്റേജ്. പിന്നെ അതൊരു പാക്കേജ് ആയിരുന്നു. തൈറോയിഡിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോ ഒരു പാക്കേജ് ആയിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ ഫാറ്റി ലിവറിന്റെ പ്രശ്നമുണ്ട് ടെസ്റ്റില്. പിന്നെ യൂട്രസിന് മുഴയുണ്ടായിരുന്നു. പിന്നെ തൈറോയിഡ് അന്ന് 8 കണ്ടിരുന്നു തൈറോയിഡ്. അപ്പൊ ഇതിനെല്ലാമായിട്ട് നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിച്ച് ഹോസ്പിറ്റലൊന്നും പോയില്ല. ഇതിന്റെ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിച്ച് കഴിച്ച് തൈറോയിഡിന്റെ എനിക്ക് പിന്നെ ഇത് തായ് ഹെൽത്തും 95 ഇത് ഒരു 4 മാസം കഴിച്ചുള്ളൂ. എനിക്ക് തൈറോയിഡ് എന്ന് വെച്ചെന്റെ തൈറോയിഡ് ഡിസീസ് ആയിരുന്നു വന്നത്. അതെനിക്ക് വലിയ വിഷയങ്ങളായിരുന്നു. വായെല്ലാം വന്ന് പൊട്ടി, വായ്ക്കകവും നിറച്ച് പുഴുക്കള് വന്നിട്ട് അത് പിന്നെ അത് മാത്രമല്ല നാക്കെല്ലാം അങ്ങ് കറുത്തിട്ട് ഒരു തടി പോലെ, നമ്മളൊരു തടിയിൽ തൊടുമ്പോ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും നാക്കിനകത്ത് തൊട്ടാല്. ഒരു ഭാഗം കഴിക്കാൻ പറ്റത്തില്ല. വായുടെ അകത്ത് പല്ലിന്റെ ചുറ്റും പല്ലെല്ലാം അങ്ങ് ഒരുമാതിരി ആ തൊലിയെല്ലാം അങ്ങ് ദ്രവിച്ചു പോയിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സ്കിന്നിന്റെ പിന്നെ പ്രശ്നമായി തലയ്ക്കകത്ത്. അങ്ങനെ ആ കൂടെ പ്രശ്നമായിരുന്നു. അതിന് നമ്മള് പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചത്. അപ്പൊ അവര് പറയുന്നത് ഇതിന് ചികിത്സയൊന്നും ഇല്ല എന്നാ പറയുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇതിനകത്ത് 95 തായ് ഹെൽത്തൂടെ കഴിച്ചത് കൊണ്ട് നേരത്തെ മുതലേ കഴിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 5 വർഷത്തിന് മേളിലായി നമ്മൾ ഇതിനകത്ത് വന്നിട്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് എല്ലാം ഞാൻ ഇപ്പൊ ഒരു തവണ 1,35,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിരുന്നു. പിന്നെ ആദ്യം 10-15 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത്, പിന്നെ 20,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് ഹൗസ് ബോട്ടില് ഇത് വിന്നായിരുന്നു. പിന്നെ ഹൈദരാബാദ് വിന്നായി. അപ്പൊ ആ ടൈമിലൊക്കെ എടുത്ത പ്രോഡക്റ്റ് ഞങ്ങൾ തന്നെ കഴിക്കുമായിരുന്നു.
ഈ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ തന്നെ കഴിച്ച് നമുക്ക് എല്ലാത്തിനും റിസൾട്ട് കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരുടെ ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങി. എല്ലാവർക്കും നമ്മൾ കാണുന്നവരുടെ അങ്ങ് അറിയാതെ പറഞ്ഞു പോയി, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ബിസിനസ് ആയിട്ടൊന്നും നമ്മൾ അധികമായിട്ട് ഇറങ്ങിയില്ലെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം കഴിച്ചിട്ടുള്ള റിസൾട്ട് ആരെ കാണുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പലർക്കും പറഞ്ഞു കൊടുത്തവർക്ക് ഭേദമായി പലർക്കും. പക്ഷെ ആരും ഇങ്ങോട്ട് പറയാൻ ഭയങ്കര മടിയാ. അത് കഴിച്ചിട്ട് അങ്ങോട്ട് മാറി എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാ പറയാൻ. നമ്മുടെ കൂട്ടത്തിൽ വന്നപ്പോ എന്റെ കൊച്ചുമോന് ആദ്യം 1 വയസ്സിലും ഹോസ്പിറ്റലിൽ കിടന്ന് ഈ കഫക്കെട്ട് വന്നിട്ട് ആന്റിബയോട്ടിക് എടുത്ത് പിറ്റേ വർഷം അതേ ടൈമിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ആന്റിബയോട്ടിക് എടുക്കേണ്ടത്. ഇന്നിപ്പോ അവന് 7 വയസ്സുണ്ട്. ആ 2 വയസ്സ് വരെ കിടന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഗതി വന്നിട്ടില്ല. പിന്നെ അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വന്നിട്ടില്ല. നമ്മൾ ഈ റോളോ ഇൻഹേലർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മൾ ഇച്ചിരി ഒന്ന് മണപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ചൂടും വിടും, പനിയും മാറും, കഫക്കെട്ടും മാറും. അങ്ങനെ ഇപ്പൊ ഈ 2 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്, കൊച്ചുമക്കൾ 2 പേര്. അവർ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കത്തില്ല, പ്രത്യേകിച്ച് ഓരോ ഡോക്ടർമാരെയും കാണിക്കത്തില്ല. നമ്മൾ ഇത് തന്നെ കൊടുക്കുന്നത്. അത് അവർക്ക് പിടിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും വീണിട്ടൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ഇതാ, ആ ഊണ്ടിയിലിങ് എടുക്കും, മാജിക് ഊണ്ടിയിലിങ് ഇടന്ന് പറഞ്ഞ വരുന്നത്. അത് മതി അവർക്ക്. അത് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ വേദനയെ മാറി, എല്ലാം മാറി. അതുപോലെ തന്നെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. എനിക്ക് എന്റെ 13 വയസ്സ് മുതൽ ശ്വാസം മുട്ടലുള്ള എനിക്ക് ചികിത്സിക്കാൻ എന്റെ സ്ഥലമില്ല. എവിടൊക്കെ ആര് പറയുന്ന അവിടെ എല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് എന്നെ കൂടുതൽ ഇതിനകത്ത് സഹായിച്ച ആ റോളോ തന്നെയാണ്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ആ റോളോ ഉപയോഗിച്ചിട്ടില്ല. ആ റോളോന്ന് ഉപയോഗിക്കുമ്പോൾ ആ കഫം പോയി കഴിയുമ്പം ആ ബുദ്ധിമുട്ട്, ആ ശ്വാസം മുട്ടൽ ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ ഓരോ പ്രോഡക്റ്റും ഇപ്പൊ ഈ അടുത്ത സമയത്ത് കഴിച്ചതാ. അത് ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുക. ഓരോത്തിന്റെ പ്രോഡക്റ്റ് ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ എടുക്കാനിരിക്കുക. ഇതിന്റെ ഉമ്മാക്ക് യൂട്രസിന് ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മ റിസൾട്ട് പറഞ്ഞു വീണായിരിക്കുന്നു. യൂട്രസിന് ഒരു തള്ളലുണ്ടായിരുന്നു. അതിന് ഉമ്മ തന്നെ പറഞ്ഞു, മുടി എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചിട്ട് താ എന്ന് പറഞ്ഞു. ഞാൻ റിഫ്രഷ് വാങ്ങിച്ചോണ്ട് കൊടുത്തു. അത് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറി. എപ്പോഴും യൂട്രസിനെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വയസ്സ് ഇത്രയായിട്ടും യൂട്രസ് സംബന്ധമായ വിഷയങ്ങളൊന്നുമില്ല, പടത്തിന്റെ കൃപ കൊണ്ട്. പിന്നെ അതുപോലെ നമുക്കാണെങ്കിലും എന്റെ യൂട്രസിലെ മുഴ 95 ഇതൊക്കെ കഴിച്ചിട്ട് അത് ഞാൻ കൊണ്ട് പിന്നീട് സ്കാൻ ചെയ്തപ്പോ അത് ചുരുങ്ങിപ്പോയെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ അതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ തൈറോയിഡിന്റെ ഗുളിക കഴിച്ചിട്ട് ഇപ്പം വർഷങ്ങളായി അത് നിർത്തിയിട്ട്. എന്റെ 17 വർഷം കൊണ്ട് കഴിക്കാൻ തുടങ്ങിയ തൈറോയിഡിന്റെ ഗുളിയായിരുന്നു. അതിപ്പം പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിച്ച് ഗുളിക അത് കഴിക്കുന്നില്ല. ഇൻഹേലർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 24 വർഷത്തോളം ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാ. ആ ഇൻഹേലർ നമ്മൾക്ക് മാറ്റാൻ പറ്റി. പിന്നെ അങ്ങനെ ഓരോരോ അസുഖങ്ങൾക്ക് നമ്മൾ ഇത് കഴിച്ച്, കുഞ്ഞുങ്ങൾക്കായാലും ഒരു വിഷയം, 2 പൊടി കുഞ്ഞുങ്ങൾ, 2 ഇരട്ട കുട്ടികളായിരുന്നു. അവർക്ക് ഇത് പാലില്ലാത്തതിന് പാൽപ്പൊടിയായിരുന്നു ആദ്യം കൊടുത്തത്. അത് കഴിച്ച് ഇവർക്ക് കഫക്കെട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പാല് കുടിക്കത്തില്ല, അതൊക്കെ കഫക്കെട്ടായിട്ട്. അത് നമ്മൾ ഈ റോളോ തന്നെ ഇച്ചിരി കൊടുത്ത് ഒരു മണം കിട്ടിയുള്ളൂ. അപ്പൊ അതിന്റെ ആ ബുദ്ധിമുട്ട് എല്ലാം കഫവും ഛർദ്ദിച്ച് കളഞ്ഞ് അതുങ്ങൾ പാലും കുടിക്കാൻ തുടങ്ങി. പിന്നെ അതിനങ്ങനെ ഒരു വിഷയം ആ കുഞ്ഞുങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ ഓരോ കാര്യത്തിനും. പിന്നെ കല്ലിന്റെ അതിന് കൊടുത്തു. കല്ലിന്റെ പ്രശ്നത്തിന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വേദനയായിട്ട് അവർക്ക് കൊടുത്തു. അത് കല്ലിന്റെ വിഷയം മാറി. പിന്നെ ഒരാൾക്ക്, എന്റെ ഒരു കൂട്ടുകാരി, അവൾക്ക് 8 ദിവസം ഞങ്ങളുടെ ഇവിടെ ഓച്ചിറ ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട്
ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് കഫകെട്ടിന് 8 ദിവസം കിടന്നിട്ടും ഇഞ്ചക്ഷൻ എടുത്തിട്ടും അവിടെ കഫകെട്ട് മാറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നതിന്റെ പിറ്റേ ദിവസം ഞാനൊരു റോളോ കൊണ്ട് കൊടുത്തു, വിനായ കൊണ്ട് കൊടുത്ത് ഒരു റോളോ കൊണ്ട് കൊടുത്തു. ആ റോളോ ഉപയോഗിച്ച് ആ കഫം മൊത്തവും പോയി. പിന്നെ ഇപ്പൊ വീണ്ടും ആ കഫക്കെട്ട് വിഷയം വന്നപ്പം ഇപ്പൊ റോളോ ഉപയോഗിച്ചു, വീണ്ടും ഒരെണ്ണം കൊണ്ട് കൊടുത്തു. അതങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഇത്രയൊക്കെ ഉണ്ട് എന്ന് ഓർത്ത് പറഞ്ഞു. ഒരുപാട് പേർക്ക് കൊടുത്തു, ഞങ്ങൾ ഒരുപാട് പേർക്ക് കൊടുത്ത റിസൾട്ട് ഇനി ഒരുപാടുണ്ട്. എന്നെ പറഞ്ഞാല് കുറെ കൂടെ ഓർത്ത് വെക്കാം. അടുത്ത തവണ പറയാ. അപ്പൊ ഓക്കെ, താങ്ക് യു. അതെ, ഞാൻ ഇത് കഴിയുമ്പോ വിളിക്കാം ഉമ്മായെ, കേട്ടോ. അപ്പൊ അതിനകത്ത് ഇനി അടുത്ത ആൾക്കാരെ വിളിക്കണം. നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉള്ള. അപ്പൊ ഏതായാലും ഉമ്മായിക്കും ഷംന മാഡത്തിനും എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നത്. കാരണം ഇത്ര നല്ല റിസൾട്ടുകളൊക്കെ നമുക്ക് വേണ്ടി, ഇത് ഒത്തിരി റിസൾട്ടുകളുണ്ട്. അപ്പൊ ഇതൊക്കെ പങ്കുവെച്ച ഷംന മാഡത്തിനും ഉമ്മായിക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അടുത്തായിട്ട് നമുക്കറിയാം നമ്മുടെ വത്സല മാഡം. നമുക്ക് ഇനി ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ട്. നമുക്ക് വത്സലാകുമാരി CB നമ്മുടെ നെടുമുടിയിലുള്ളതാണ്. ഹെൽത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പെൻഷന് ശേഷം നമ്മുടെ ഈ വർക്കിലേക്ക് കടന്നു വന്നാണ്. നമ്മുടെ വത്സലാകുമാരി മാഡത്തെ ഈ വേദിയിലേക്ക് റിസൾട്ട് പങ്കുവയ്ക്കാനായിട്ട് ഹാർദവമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം വത്സല മാഡം. ഗുഡ് മോർണിംഗ് സാറേ, നമസ്കാരം. നല്ലൊരു ദിവസം തന്നതിന് ജഗദീശന് പറയുന്നത് കേൾക്കാവോ സാറേ? കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞു സാറേ, കേൾക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പറയാം, വളരെ നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിന് വിളിച്ചതിന്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രോഗ്രാം എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തത്. സാർ ഇപ്പം എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് വത്സലകുമാരി, നെടുമുടിയാണ് വീട്. 26 വർഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാൻ പെൻഷൻ ആയതിനു ശേഷം കൗസല്യ മാഡം ഒരു ബ്രോഷർ ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നു. ഈ ബ്രോഷറെ പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും സമയമില്ല, ജോലി തിരക്കുമാണ്, പല പ്രശ്നങ്ങളാണ്, മോന് വയ്യാത്ത ആളാണ്, ഇത് വായിക്കാൻ പോലും സമയം കിട്ടുന്ന ആളല്ല എന്ന് പറഞ്ഞ്, എങ്കിലും കൗസല്യ മാഡം ഈ ബ്രോഷർ തന്ന് അത് ഞാൻ വായിച്ചു. പിന്നെ മോന് പറ്റിയ പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി. മോന് 22 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. അതായത് സാറിനൊക്കെ അറിയാം, MR, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അങ്ങനെ ട്രീറ്റ്മെന്റിലായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന മകനായിരുന്നു. ഒത്തിരി മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഒത്തിരിയും ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. അതായത് നമ്മുടെ അലോപ്പതി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട ഹോസ്പിറ്റലിലെല്ലാം, അതായത് ഇൻഡോ അമേരിക്ക, വണ്ടാനം മെഡിക്കൽ കോളേജ്, കോട്ടയം BS, അങ്ങനെ എന്നെ തന്നെ മറന്നു പോകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഓടിയിട്ടുണ്ട്. ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു, വിദേശത്തായിരുന്നു. ഞാൻ ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ഈ പ്രോഡക്റ്റ് എന്ന് തൊട്ടാണ് എന്റെ കയ്യിൽ കിട്ടിയത്. അന്ന് തൊട്ട് ഞാൻ ഒത്തിരി എനിക്ക് മനസ്സിന് തന്നെ ഒരു കൂളിംഗ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. മോന് ഫിറ്റ്സ് വരുമായിരുന്നു. ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എപ്പോഴും നമുക്കൊരു വിജിലന്റ് ആയിരിക്കണം. അത് എന്ത് സംഭവിക്കുന്നു, എന്താണ്, എങ്ങനെയാണ്, എപ്പോൾ വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഒരു ചെറിയ ജലദോഷം, ചെറിയ ഒരു പനി, ഇതായിരിക്കും അതിന്റെ ആരംഭം. അന്നേരം അങ്ങനെ ഫിറ്റ്സ് വന്നിരുന്ന മോനാണ്. സ്ഥിരം ന്യൂറോയുടെ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരുന്നു. എങ്കിലും നമ്മുടെ ഈ പ്രോഡക്റ്റ് ആയ 95 ന്യൂട്രി ലൈഫ്, പിന്നെ കവചപ്രാശം, നമ്മുടെ ബിലോ 37, പറയാതിരിക്കാം, അടിവരയിട്ട് പറയേണ്ട പ്രോഡക്റ്റ് ആണ് ബിലോ 37. നല്ല എപ്പോഴൊരു ജലദോഷ പനിയെ കണ്ടാൽ നമുക്ക് ഉടനെ ഫിറ്റ്സ് വരും. ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ മോന് ഫിറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ വന്നിട്ടേ ഇല്ലെന്ന് പറയാം. 5 വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. മോന് ട്രീറ്റ്മെന്റിന്റെ ബുക്ക് കാണിച്ച് ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ പറയുകയാണ്. നമ്മൾ എല്ലാവരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഈ മോന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഫൈട്രസ് ഇടയ്ക്ക് വയലന്റ് ആകും, എന്നാലും നമ്മളെ ഫൈട്രസ് സ്ഥിരം ഇപ്പൊ ഫൈട്രസ് മാത്രം കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് ശ്വാസം മുട്ടായിരുന്നു, വിമിഷ്ടം. അത് കൗസല്യ മാഡത്തിനൊക്കെ ഇറങ്ങിയ സജിസാറൊക്കെ ഇവിടെ വന്ന് കണ്ടതാണ്. ഒരു മിറ്റത്തോട്ട് നടക്കുമ്പോൾ തന്നെ കഥപ്പ് അണക്കുമായിരുന്നു. അതൊക്കെ വളരെ കുറവുണ്ട്. നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെൽഹാർട്ട്
പിന്നെ ഇമ്മ്യൂണോ പ്ലസ്, നമ്മുടെ ചാമ്പി തൈലം സ്ഥിരം മസാജിങ് ആണ്, ഹെഡ് ടു ഫുട്ട്. അതായത് തലയുടെ ഉച്ച തൊട്ട് പാദം വരെ ഡെയിലി മസാജിങ് ആണ് ഇപ്പോഴത്തെ പരിപാടി പുള്ളിക്കാരത്തെ. ആ മസാജ് ചെയ്ത് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നു. ഇടയ്ക്ക് പ്രോഡക്റ്റിനെ കുറ്റം പറയുകയും ചെയ്യും, ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അത് പോട്ടെ, സാരമില്ല. എങ്കിലും ഇത് പ്രോഡക്റ്റിനെ നമിക്കുന്നു. പിന്നെ എനിക്ക് പിന്നെ കൈകാല മരവിപ്പ് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ഫൈൽസിന്റെ ഉണ്ടായിരുന്നു. എന്റേത് ശ്രദ്ധിക്കാനേ സമയമില്ല. എങ്കിലും ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പം ഈയിടെ കാലിനൊരു ഉപ്പൂറ്റി വേദനയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇപ്പം നമ്മുടെ മുരിങ്ങ വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഈ നീർക്കെട്ട എന്ത് നമുക്ക് മുരിങ്ങ ക്യാപ്സൂള് നല്ല പ്രോഡക്റ്റ് ആണ്. അതും പിന്നെ നോവേദന ജെല്ല്, ചാമ്പി തൈലം മസാജ് ചെയ്ത് മുരിങ്ങ ക്യാപ്സൂൾ